വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈദിനായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു 10 പേർക്കുള്ള മന്തി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതായത് 2 ചിക്കൻ വെച്ചിട്ട് ഒരു 8 കപ്പ് അരിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മന്തിയാണ്. 10 പേർക്ക് കൂളായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ മന്തി ഉണ്ടാക്കാൻ പറ്റും. അത് വളരെ എളുപ്പത്തിൽ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ മുമ്പും മന്തി റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ചിക്കൻ വെച്ചിട്ട് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് 2 കിലോ 2 ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. എപ്പോഴും മന്തി തയ്യാറാക്കുമ്പോൾ വളരെ ചെറിയ ചിക്കൻ തന്നെ എടുക്കുക. അതായത് 1 കിലോ ചിക്കൻ്റെ എടുക്കാം. അതായത് 2 കിലോ നമ്മൾ വലിയൊരു ചിക്കൻ എടുക്കാണ്ട് ഇതിപ്പോൾ 2 ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. 2 ചിക്കന് ഓരോ കിലോ വീതം അങ്ങനെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യും വേണം. തൊലിയോട് കൂടിയിട്ട് എടുക്കും വേണം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുക. കൂടാണ്ട് വിനാഗിരിയൊക്കെ ഇട്ടിട്ടാണ് മന്തി ഈ ഒരു ചിക്കന് കഴുകിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊന്ന് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് കുത്തി കൊടുക്കുക. അതിൻ്റെ അകത്തൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട്, മസാല കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലോട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ. ഇനി 2 ഉണങ്ങിയ നാരങ്ങ, കുറച്ച് ഗ്രാമ്പു, കുറച്ച് കുരുമുളക് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഏലയ്ക്ക ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ജീരകം 1 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ചിക്കൻ സ്റ്റോക്ക്, അതൊരു 4 ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. 4 ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഒരു പാക്കിൻ്റെ അകത്ത് 2 എണ്ണം വീതം ഉണ്ടാവും. അപ്പോൾ 8 ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ 8 ചിക്കൻ സ്റ്റോക്ക് ലെസ് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതൊന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു ടീസ്പൂണോളം അറബിക് സ്പൈസ് പൗഡർ അല്ലെങ്കിൽ മന്തി മസാലയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി അതൊന്നും ഇല്ലാതെങ്കിൽ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടോളൂ. 1 ടീസ്പൂൺ അറബിക് സ്പൈസ് പൗഡർ കേട്ടോ. ഏതെങ്കിലും ഒന്നിട്ടാൽ മതി. പിന്നെ കളറ്, റെഡ് ഫുഡ് കളറ്, ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം 1 ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. ആ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. മന്തി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു റെഡ് കളർ ഉണ്ടാവില്ല, അതിനായിട്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ, നമ്മളിപ്പോൾ 2 ചിക്കനല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1.25 കപ്പോളം സൺഫ്ലവർ ഓയിലിന് എടുക്കണം. വെളിച്ചെണ്ണ ചേർക്കരുത്, ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതവിടെ കുറച്ച് നേരം വെക്കുക. ഒരു 10-15 മിനിറ്റ്, അല്ലെങ്കിൽ അരി വേവിക്കുന്ന ആ ഒരു സമയം അത്രയും വെക്കുക. അപ്പോൾ നന്നായിട്ട് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ആ ഒരു കളറൊക്കെ നന്നായിട്ട് പിടിക്കും. കളർ ഒട്ടും തന്നെ നിർബന്ധമില്ല. പക്ഷേ നമ്മൾ മന്തിയിൽ ആ ഒരു കളർ കാണുമ്പോഴാണ് എല്ലാവർക്കും കഴിക്കാൻ തോന്നുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിലോട്ട് ഞാൻ 8 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് സെല്ല ബസ്മതി റൈസാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഇതിപ്പം ഗോൾഡൻ സെല്ലയായിട്ട് എടുത്തിട്ടുള്ളത്. വൈറ്റ് സെല്ലയുണ്ട്, ഗോൾഡൻ സെല്ലയുണ്ട്. ഗോൾഡൻ സെല്ലയാണ് ഒന്നുകൂടെ നല്ലൊരു ലുക്ക് ഉണ്ടാവും അരി കാണാൻ. അപ്പം അത് അത്യാവശ്യം വേവിക്കണം കേട്ടോ. അതായത് അരി വന്ന ശേഷം മാത്രം നമ്മളത് ഡ്രെയിൻ ചെയ്തെടുക്കാവൂ. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഇനിയിപ്പം ചിക്കൻ വേവിച്ചെടുക്കണമല്ലോ. എപ്പോഴും ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല കേട്ടോ. ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാറുണ്ട്. ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഇപ്പം റെഡ് ക്യാപ്സിക്കം ആണുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 കഷ്ണം റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ആയിരിക്കും ബെറ്റർ. എന്തായാലും കുഴപ്പമില്ല, ആ ഒരു ക്യാപ്സിക്കം മതി. അപ്പോൾ നമ്മുടെ അരി ഇതാ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ ഉടയാൻ പാടില്ല. പക്ഷേ കഴിച്ച് നോക്കുമ്പം അരി വെന്തിട്ടുണ്ടായിരിക്കണം. വേവാണ്ട് എടുക്കരുത് കേട്ടോ. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്യുക, അടച്ച് വെക്കുക. അരി അടച്ച് വെക്കണം. അല്ലെങ്കിൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു ഫ്രൈ ആയ ഒരു ടെക്സ്ചറിൽ കിട്ടും. അത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓരോന്നും ചിക്കൻ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഊറി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചും വിട്ടിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഇതുപോലെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുമല്ലോ, ആ എണ്ണയിൽ നിന്ന് ഒരു കുറച്ച് എണ്ണ എടുത്തിട്ട് മാറ്റുക, ഓയിലെടുത്ത് മാറ്റുക. നമുക്ക് ഓരോ അരിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലെയർ ചെയ്ത് കൊടുക്കൂലേ റൈസ്. ഇത്രയേ ഉള്ളൂ, വേറെ പണികളൊന്നുമില്ല. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് അത്യാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുക്ക് ചെയ്യിക്കണ്ട. നമ്മൾ പുറമേ നന്നായിട്ടൊന്ന് കുക്കാവണം. അകത്ത് നമ്മൾ ജ്യൂസി ആവാൻ വേണ്ടി നമ്മൾ ദം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. വലിയ പാത്രം തന്നെ എടുക്കുക കേട്ടോ. 2 കിലോ ചിക്കൻ പാകാവുന്ന പാത്രത്തിൽ ചിക്കൻ ഇങ്ങനെ പരത്തി വെക്കണം. മേലെ വെക്കാണ്ട് പരത്തി വെക്കണം. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവിച്ചിട്ടുള്ള റൈസ്. അതിന് മുകളിൽ നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ അതിന് മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ലെയറായിട്ട് നമ്മൾ ഇപ്പോൾ ഈ 8 കപ്പ് റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വലിയ ബിരിയാണി പോട്ട് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കൊള്ളുന്നുണ്ട്. 2 ചിക്കനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മേലെ ചിക്കൻ വെക്കാൻ പാടില്ല. കാരണം ചിക്കന് ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ എല്ലാം പരത്തി ഇങ്ങനെ കിടക്കണം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതേപോലെ. അപ്പോൾ ഏറ്റവും മുകളിൽ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ആ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക. അപ്പം റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും. പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ലേ അത് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഈ കളർ ഒട്ടും തന്നെ നിർബന്ധമില്ല, പക്ഷേ ആ ഒരു മന്തിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ആ കളർ വേണ്ടി വരും, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുകച്ചു കൊടുക്കാം, അതായത് ചാർക്കോൾ കുറച്ച് ഓയിൽ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ ഒരു സ്മോക്കി ഫ്ലേവറിനായിട്ട്. ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, ഇവിടെ അത് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് വെച്ച് കൊടുക്കുന്നില്ല. എന്നിട്ട് ഒരു അരമണിക്കൂർ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അരമണിക്കൂർ ദമ്മിട്ട് കൊടുക്കുക. അരമണിക്കൂർ തന്നെ വെക്കണം, എന്നാലും നല്ല ഇത് തുറക്കുമ്പോൾ കണ്ടോ നല്ല ഇങ്ങനെ ആവി പറക്കുന്ന. അതുകൊണ്ട് ഒരു 30 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട്, അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക, കുറഞ്ഞ ഫ്ലെയിമിൽ ദമ്മിട്ട് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇളക്കി യോജിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇളക്കി യോജിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വീണ്ടും ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വീണ്ടും അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നന്നായിട്ട് റൈസിലൊക്കെ നന്നായിട്ട് ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷേ റൈസ് ഫ്ലേവർഫുൾ അധികം ആവില്ല. റൈസ് നന്നായിട്ട് ഫ്ലേവർഫുൾ ആവണമെങ്കിൽ 30 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ദമ്മിടും ചെയ്യുക, എന്നിട്ട് ഓഫാക്കി വെക്കുക. എന്നിട്ട് 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. പുറമേ നല്ല ടെക്സ്ചറുമാണ്, അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുണ്ടാവും ചിക്കനൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യട്ടോ, ആ പറഞ്ഞ പ്രകാരം തന്നെ ചെയ്യുക. കുറേ ആൾക്കാർ എൻ്റെ മന്തി റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പെരുന്നാൾക്കൊക്കെ കുറച്ച് അധികം ആൾക്കാരൊക്കെ വരുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ കണക്കുകളൊന്നും തെറ്റണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കറക്റ്റ് മെഷർമെൻറ്റ്സ്. അപ്പോൾ ഞാനെന്താ വീണ്ടും ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതുപോലെ അരമണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിട്ടത്. പിന്നെ നോമ്പ് തുറക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഫംഗ്ഷൻ പാർട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ തിരക്കിൽ എനിക്ക് വീഡിയോ ഒന്നും അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മന്തി റൈസൊക്കെ കണ്ടോ നല്ല ഒരു സോഫ്റ്റായിട്ട് കിടക്കുന്ന കണ്ടില്ലേ, നല്ലൊരു ഓയിൽ അധികം ചേർത്തുകൊണ്ടാണ് ആ ഒരു ടെക്സ്ചർ ഉള്ളത്. അതുപോലെ ചിക്കനൊക്കെ നല്ല ഫ്ലേവർഫുള്ളാണ്. എനിക്ക് കറക്റ്റ് ആ കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി, ചിക്കൻ മന്തി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു. അതുപോലെ നമ്മൾ മട്ടൻ മന്തീൻ്റെ റെസിപ്പി ഞാനിപ്പോൾ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.